കളിയാക്കുന്നു. എന്താ കിരണത്? അവിടെ നിക്ക. കഷ്ടമുണ്ട് കേട്ടോ. ഹലോ, താരയല്ലേ? ഞാൻ അഷിത, ഇന്ദ്രപ്രസ്ഥത്തിലെ പൃഥ്വിയുടെ വൈഫ്. ആ അഷിത, എന്താ വിശേഷിച്ച്? എനിക്ക് താരയൊന്ന് നേരിട്ട് കാണണമായിരുന്നു. കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ശരി, നമുക്ക് കാണാം. ഞാൻ ഇപ്പൊ കുറച്ച് ബിസിയാ. നമുക്ക് എവിടെ മീറ്റ് ചെയ്യാമെന്ന് ഞാൻ വിളിച്ച് പറയാം. ശരി, ഓക്കെ, ബൈ. എന്തായാലും ആ കുടുംബത്തിൽ നിന്നുള്ളതാ. എവിടെയെങ്കിലും ഉപകരിക്കാതിരിക്കില്ല. ഒരു തുറുപ്പ് ചീട്ടായിരിക്കും. ഇതില് ഇവിടെ ചെയ്തേ. ഓക്കെ, മതി. ഇനി നമുക്ക് പഠിക്കാം. വാ, ഇതിലുള്ളത് പഠിക്കാം. നോക്കി, ഇത് നോക്കി. എന്താ പല്ലവി? എന്റെ ഒരു ബുക്ക് കാണുന്നില്ല. ഇതെങ്ങാനുമാണ്. ആ, ഇത് തന്നെ. പഠിക്കാൻ പോയില്ലെങ്കിൽ അച്ഛനും അമ്മയും കൂടെ കല്യാണാലോചന തുടങ്ങും. അതാ PGക്ക് പോവാന്ന് വെച്ചത്. പക്ഷെ ഈ ടെക്സ്റ്റ് ഒക്കെ കണ്ടിട്ട് തല ഇറങ്ങുന്നു. ഏയ്, ഇതങ്ങനെ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. PG ലെവലായതുകൊണ്ട് ഇതെല്ലാം പ്രാക്ടിക്കൽസിനും അപ്ലൈഡ് സയൻസിനും ഉപകരിക്കുന്ന രീതിയിലുള്ളതാ. ഇത് നോക്കിക്കേ. ദുർഗേച്ചി ധ്വനിമോളെ പോലെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ആളല്ലേ? ചേച്ചിക്ക് എങ്ങനെ അപ്ലൈഡ് സയൻസിൽ ഇത്ര അറിവ്? ഓഹോ, ദുർഗ ഇവിടെ തള്ളി മറിക്കായിരുന്നല്ലേ? അപ്പൊ ഈ പരിസരത്തൊന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ. അത് ശരി. വയ്യാതിരുന്നിട്ടോ എന്നെ കളിയാക്കാൻ വേണ്ടി ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നതാണോ? ഹേയ്, നിങ്ങളോട് എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വന്നതാ. ഞങ്ങൾ ഇവിടെ പഠിക്കുക. ദുർഗേച്ചി തള്ളി മറിക്കുവാണെന്നല്ലേ കിരൺ ചേട്ടൻ പറഞ്ഞത്? ആ, എന്നതാ ഈ ചാപ്റ്റർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ. ഓ, അത്രേ ഉള്ളോ? അതൊക്കെ ഈസി അല്ലേ? നോക്കട്ടെ. ഇത് സയൻസ് ആയിരുന്നോ? ഞാന് പൊളിറ്റിക്സാ. നിങ്ങൾ ഡെമോക്രസിയെ കുറിച്ചും സോഷ്യലിസത്തെ കുറിച്ചും പിന്നെ ക്യാപിറ്റലിസത്തെ കുറിച്ചും ചോദിക്കേ, ഞാൻ പറഞ്ഞുതരാം. അതെന്തിനാ ചോദിക്കുന്നേ? ഞാൻ പഠിക്കുന്ന ഇതല്ലേ, ക്വാണ്ടം ഫിസിക്സും ആറ്റത്തിന്റെ സ്ട്രക്ചറും. അതൊക്കെ അറിയെങ്കിൽ പറഞ്ഞതാ.
മിനിമോൾക്ക് വരെ മനസ്സിലായി കിരൺ ചേട്ടന് ഒന്നും അറിയില്ലാന്ന് അല്ലേ ദുർഗച്ചി? അതെ അതെ കറക്റ്റാ. അയ്യേ കഷ്ടം തന്നെയല്ലേ, നാണക്കേട്. എന്താ കിരൺ? അയ്യോ കളിയാക്കുന്നു. കഷ്ടം തന്നെ. നിക്ക്. ദുർഗ. എന്താ കിരൺ ഇത്? ഓ, അവിടെ നിക്ക്. നിക്ക. കഷ്ടമുണ്ട് കേട്ടോ. ഏ? നീ ചിരിക്കുന്നോടി? പൂർണിമ ചേച്ചി ഇതെല്ലാം ചെയ്യുന്നത് അച്ഛന് വേണ്ടിയാണെന്ന് പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ. നിന്റെ അമ്മായച്ചിനു വേണ്ടി പൂർണിമ എന്തിനാ കിരണിനും ദുർഗയെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നേ? അതെ, എനിക്ക് തോന്നുന്നത് നിന്നെ പറ്റിക്കാൻ വേണ്ടി അവർ രണ്ടുപേരും കൂടി മനഃപൂർവ്വം ഇങ്ങനെ പറഞ്ഞതായിരിക്കുന്ന. അങ്ങനെയൊന്നുമല്ല, അവർക്കിടയിൽ എന്തോ ഒരു രഹസ്യം ഉണ്ടെന്ന് ഉറപ്പാ. എന്നാ പിന്നെ നിനക്കിത് പൃഥ്വിയോട് പറയാറുന്നില്ലേ? ഓ, ഞാൻ പറയാൻ ശ്രമിച്ചതാ, പക്ഷെ പൃഥ്വി അത് കേൾക്കാൻ തയ്യാറായില്ല. അതെന്താ? ഞാൻ പൂർണിമ ചേച്ചിയെ എതിർത്ത് സംസാരിച്ചതിന്റെ ദേഷ്യം തീർത്തതാ. ചേച്ചിയെ ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഇറങ്ങി അങ്ങ് പോയി. പിന്നെ ഞാൻ എങ്ങനെ ഈ കാര്യം പറയുന്നേ? ആ അത് കൊള്ളാലോ. അപ്പൊ എപ്പോഴും പൃഥ്വിക്ക് പൂർണിമ കഴിഞ്ഞിട്ടേ നിന്നോട് സ്നേഹമുള്ളൂ എന്നല്ലേ അതിനർത്ഥം? അത് ശരിയാണല്ലോ. ഇത് നിന്റെ തോൽവിയാഷി. നിന്റെ ഭർത്താവിന് നീ കഴിഞ്ഞ മറ്റെന്തും ഉണ്ടാവാൻ പാടുള്ളൂ. ഇത്രയും നാളായിട്ടും പൃഥ്വിയെ നിന്റെ വരുതിയിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നിന്റെ പരാജയം തന്നെയാ. അതെന്തെങ്കിലും ആവട്ടെ, അതല്ലല്ലോ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം. എനിക്കറിയേണ്ടത് ചേച്ചി അച്ഛനും കൂടെ ഒളിപ്പിക്കുന്ന ആ രഹസ്യം എന്താണെന്ന്. ഇനിയിപ്പോ അച്ഛനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും രഹസ്യത്തിന്റെയോ മറ്റോ തെളിവുകൾ ദുർഗയുടെയും കിരണിന്റെയും കയ്യിൽ ഉണ്ടാവുമെന്ന. ഇനിയും അതായിരിക്കോ പൂർണിമ ചേച്ചി അച്ഛന് വേണ്ടി ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞത്? അത് ശരിയാ. എന്തോ രഹസ്യം കയ്യിൽ വെച്ച് അവര് പൂർണിമയും നിന്റെ അമ്മായി അച്ഛനെയും ഭീഷണിപ്പെടുത്തുക തന്നെയാണ്. അതുറപ്പാ. അങ്ങനെ എന്ത് രഹസ്യമായിരിക്കും അവരുടെ കയ്യിലുണ്ടായിരിക്കുക?